അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാതെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കും അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ വരും. അൽഹംദുലില്ലാ, അതിൽ ദുഃഖിക്കേണ്ടതില്ല. കാരണം അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമായിരിക്കും. അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ചിലപ്പോൾ വല്ലാത്ത വിഷമം, സങ്കടം വരും. പേടിക്കണം, കാരണം അത് ശിക്ഷയായിരിക്കും. അള്ളാഹുവിൻ്റെ ശിക്ഷ നമുക്ക് ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായും ഭയപ്പെടേണ്ടതാണ്. നാം അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രയാസങ്ങൾ ഒരിക്കലും സന്തോഷിക്കാൻ വേണ്ടത്, കാരണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് കൊണ്ടുള്ള ഒരു പരീക്ഷണമാണ്. ഇവിടെ ഒരു പെൺകുട്ടി ഒരു ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ജയിൽ കഴിയേണ്ടി വന്നു. ജയിൽ കഴിയുമ്പോൾ താൻ അള്ളാഹുവിന് ഇബാദത്ത് ആ പെൺകുട്ടി ഇബാദത്തിൻ്റെ കാര്യത്തിൽ വളരെ കൃത്യനിഷ്ഠത ഉള്ള പെൺകുട്ടിയായിരുന്നു. ചില അത്ഭുതങ്ങൾ, അള്ളാഹുവിൻ്റെ ഒരു കാവൽ. കാരണം അള്ളാഹുവിന് തവക്കുലായി ജീവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു കാവലുണ്ടാകും. നാം അള്ളാഹുവിനെ പേടിച്ചാൽ ലോകത്തുള്ള മുഴുവൻ വസ്തുവും നമ്മെ പേടിക്കുമെന്നതിനൊരു ഉദാഹരണമാണ്. ഈ പെൺകുട്ടി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരൻ ഈ പെൺകുട്ടിയെടുക്കൽ ഒരു നായ അയക്കുകയാണ് പെൺകുട്ടിയെ കടിക്കാൻ വേണ്ടി. പക്ഷേ ആ നായ ആ പെൺകുട്ടിയുടെ അരികിൽ പോയി ആ പെൺകുട്ടിക്ക് കാവലായി നിൽക്കുന്ന അത്ഭുതകരമായ ദൃശ്യമാണ് അവിടെ കാണാൻ സാധിച്ചത്. നോക്കൂ, അള്ളാഹുവിനെ നാം ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ ലോകത്തുള്ള സർവ്വ വസ്തുക്കളും നമ്മെ ഭയപ്പെട്ട് നമുക്ക് കാവലായി നിൽക്കും. ഇങ്ങനെ അത്ഭുതകരമായ ചരിത്ര സംഭവങ്ങളൊക്കെ കിതാബുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക. തീർച്ചയായും നാളെ പരലോകത്തും ഇഹലോകത്തും വലിയ വിജയവും നാളെ പരിശുദ്ധമായ സ്വർഗത്തിലും ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്കും ലഭിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഖൈറും സന്തോഷം റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.